മഞ്ചേരി മെഡിക്കൽ കോളേജിൽ MBBSന് സീറ്റ് ലഭിച്ച വിദ്യാർത്ഥിക്ക് അഡ്മിഷൻ നൽകുന്നില്ലെന്ന് പരാതി. സൈറ്റിൽ നൽകിയപ്പോൾ അബദ്ധവശാൽ ഒരു സീറ്റ് അധികമായി നൽകിയതാണെന്നും തെറ്റുപറ്റിയതാണെന്നുമാണ് കോളേജ് അധികൃതർ നൽകുന്ന വിശദീകരണം. ഇതോടെ വിദ്യാർത്ഥിയുടെ ഭാവി തന്നെ അനിശ്ചിതത്വത്തിലാണ്. കോഴിക്കോട് മാന്തോട്ടം സ്വദേശി ലബീബിനാണ് മഞ്ചേരി മെഡിക്കൽ കോളേജ് അധികൃതരുടെ അനാസ്ഥ മൂലം ഭാവി തന്നെ ചോദ്യചിഹ്നമായി നിൽക്കുന്നത്. നീറ്റിൽ നല്ല മാർക്ക് ലഭിക്കുകയും മഞ്ചേരി മെഡിക്കൽ കോളേജിൽ തന്നെ അഡ്മിഷൻ ലഭിക്കുകയും ചെയ്തതോടെ ഏറെ സന്തോഷത്തിലായിരുന്നു ലബീബും കുടുംബവും. അഡ്മിഷൻ നേടാനായി മെഡിക്കൽ കോളേജിൽ എത്തിയതോടെയാണ് കാര്യങ്ങൾ മാറിമറിയുന്നത്. ഈ പ്രാവശ്യത്തെ നീറ്റിൽ റാങ്ക് കിട്ടിയിട്ട് എനിക്കിപ്പോൾ ഫ്രേ വേക്കൻസി റൗണ്ടിൽ എനിക്ക് MBBSന് അഡ്മിഷൻ കിട്ടി. GMC മഞ്ചേരിയിലാണ് എനിക്ക് 14-ാം തീയതി അഡ്മിഷൻ അലോട്ട് ആയത്. അപ്പോൾ 20-ാം തീയതി മുന്നാണ് എനിക്ക് ജോയിൻ ചെയ്യേണ്ടത്. 17-ാം തീയതി ഇവിടുന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്ന് കോൾ വന്ന് നിങ്ങൾ ജോയിൻ ചെയ്യാൻ വരുന്നില്ലേ ചോദിച്ചിട്ട്. അപ്പോൾ നാളെ വരാൻ പറഞ്ഞിട്ട് 18-ാം തീയതി നമ്മൾ ജോയിൻ ചെയ്യാൻ വന്നപ്പോൾ ഇവർക്കൊരു മിസ്റ്റേക്ക് പറ്റിയതാണ്. ഇവരെ അഡ്മിഷൻ ഫുള്ളായിക്കാണ്. ഇവരെ സീറ്റ് കൂടുതൽ അറിയാതെ സൈറ്റ് ഓൺലൈനിൽ കൊടുത്തു പോയതാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വന്നത്, നിങ്ങൾക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടൂല പറയും. 14-ാം തീയതിയാണ് അലോട്ട്മെന്റ് വന്നത്. എന്നാൽ 18-ാം തീയതി അഡ്മിഷനായി കോളേജിലെത്തിയപ്പോഴാണ് കോളേജ് അധികൃതർ തെറ്റുപറ്റിയെന്ന വിവരം അറിയിക്കുന്നത്. ഇത് ഇത്രയും ദിവസമായിട്ട് ഇവരത് റെക്ടിഫൈ ചെയ്യാതെ നമ്മളോട് ഇനി നിങ്ങൾക്ക് തരാൻ പറ്റൂല, നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക ചെയ്തോ എന്നുള്ള ഒരു രീതിയിലാവുമ്പോൾ നമ്മളെ ഭാവിയെ പോകുന്നത്. ഇന്ന് ലാസ്റ്റ് ഡേറ്റാ. ഇന്ന് 5 മണിയോട്ട് നമുക്കിനി ഒരു കോളേജിലും സീറ്റില്ല. കാരണം ഇവരത് തിരുത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ഇതിന് മുന്നേ എന്ത് ചെയ്യാൻ പറ്റുള്ളായിരുന്നു. ഇതിപ്പോൾ MBBSന്റെ മൊത്തം ഓൾ ഇന്ത്യ അലോട്ട്മെന്റ് ഇന്നത്തോടുകൂടി ക്ലോസ് ആവാണ്. ഇനി നമുക്ക് അടുത്തൊരു നീറ്റ് എഴുതാനുള്ള ഒരു ഓപ്ഷനും ഇല്ല. ഇതോടെ നമ്മളത് ഡിബാർ ചെയ്യപ്പെടും. നമുക്ക് കിട്ടിയിട്ടും നമ്മൾ കയറിയില്ല എന്നുള്ള ആ ഒരു രീതിയിലാണ് ഇനി വരിക. മറ്റു പല കോളേജുകളും ഉണ്ടായിരുന്നുവെങ്കിലും തൊട്ടടുത്ത കോളേജ് എന്ന നിലയിലാണ് മഞ്ചേരി മെഡിക്കൽ കോളേജ് തന്നെ തിരഞ്ഞെടുത്തത്. എന്നാൽ കോളേജിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഗുരുതരമായ വീഴ്ച ലബീബിന്റെ ഭാവി തന്നെ അവതാളത്തിലാക്കുന്നതാണ്. സംഭവത്തിൽ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ലബീബും കുടുംബവും. അതേസമയം ഓൾ ഇന്ത്യ കോട്ടയിലെ ഒരു സീറ്റ് അധികമായി അബദ്ധവശാൽ സൈറ്റിൽ നൽകുകയായിരുന്നുവെന്നും അത് കോളേജിന്റെ ഭാഗത്തുനിന്ന് വന്ന വീഴ്ചയാണെന്നും ആ സീറ്റ് റിസർവ്ഡ് ആയതിനാൽ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നും ഇക്കാര്യം മെഡിക്കൽ കൌൺസിലിംഗ് കമ്മിറ്റിയെ അറിയിച്ചിട്ടുണ്ടെന്നുമാണ് കോളേജ് അധികൃതർ നൽകുന്ന വിശദീകരണം. മീഡിയ 1 മലപ്പുറം.